അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിൻ്റെ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ച് വാഫി അലുമിൻ ജനറൽ സെക്രട്ടറി അടക്കം പ്രസംഗിക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സമസ്തയുടെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന രണ്ടാളിൽ ഒരാളാണ് ആലിക്കുട്ടി ഉസ്താദ്. ആ ആലിക്കുട്ടി ഉസ്താദ് അടങ്ങുന്ന സമസ്ത മുഷാവറ എടുത്ത തീരുമാനമാണ് വാഫി സംവിധാനത്തെ സമസ്തയുടെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ചർച്ചകളുമൊക്കെ. എന്നാൽ അതിന് കൃത്യമായ മറുപടിയോ കാര്യമായ ഇടപെടലുകളോ ഒന്നുമില്ലാതെ ഇപ്പോഴും വാഫി സംവിധാനം സ്വതന്ത്രമായി മുന്നോട്ടു പോവുകയാണ്. അതിലാർക്കും എതിർപ്പില്ല. സംസ്ഥയുമായി ബന്ധമില്ലാതെ ആ സംവിധാനം ഉയരങ്ങളിലെത്തുന്നതിനും അതിലുള്ള തീരുമാനങ്ങളും സ്വതന്ത്രമായി അവരെടുക്കുന്നതിനും ബന്ധമില്ല. സമസ്തയുമായി ബന്ധമില്ല എന്ന് ഉലമാക്കൾ പറഞ്ഞതോടുകൂടിയാണ് നമുക്ക് ആ സംവിധാനത്തോട് മാറ്റി നിർത്തേണ്ട ഒരവസ്ഥ വന്നിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ നടക്കുന്ന ഈ പരിപാടി തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്നുണ്ടോ എന്ന എൻ്റെ ഒരു ചെറിയ വിലയിരുത്തലാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ആലിക്കുട്ടി ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം ഈ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും നടത്തുമ്പോൾ അന്ന് എടുത്ത വാഫി സംവിധാനത്തിൻ്റെ നിയമങ്ങൾക്കെതിരെ എടുത്ത മുഷാവറയിലെ തീരുമാനത്തിൽ ആലിക്കുട്ടി ഉസ്താദ് ഉണ്ടായിരുന്നില്ല എന്ന് ഇവർ പറയാതെ പറയുന്നുണ്ട് ഈ ഒരു പ്രാർത്ഥനാ സദസ്സിലൂടെയും ഈ ഒരു അനുസ്മരണത്തിലൂടെയും. ഏതായാലും ആ തീരുമാനത്തിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നവർ ആലിക്കുട്ടി ഉസ്താദാണ് എന്നതിൽ സംശയമില്ല. കാരണം ആലിക്കുട്ടി ഉസ്താദ് ഈ വിഷയത്തിൽ എതിർപ്പാണെങ്കിൽ ഒരിക്കലും മുഷാവറയിൽ ഇങ്ങനെ ഒരു തീരുമാനം നടക്കില്ലായിരുന്നു. ഇപ്പോൾ സയ്യിദുൽ ഉലമയെ ഒറ്റപ്പെടുത്താനുള്ള, അതുപോലെ സയ്യിദുൽ ഉലമയുടെ കൂടെ നിൽക്കുന്ന ചില ഉസ്താദുമാരെ ഒറ്റപ്പെടുത്താനുള്ള ചില നീക്കങ്ങളും ഉൾവലികളുമാണ് ഈ അലുമിനിയൻ അനുസ്മരണ പ്രാർത്ഥനാ സദസ്സിലൂടെ മനസ്സിലാക്കുന്നത്. ആലിക്കുട്ടി ഉസ്താദ് അടങ്ങുന്ന ചിലർ നല്ല പണ്ഡിതന്മാരാണെന്നും അവർ ഇത്തരം സംവിധാനങ്ങൾക്കെതിരെയുള്ള നടപടിയിൽ അംഗമല്ല എന്നും പറയാതെ പറയുന്നുണ്ടോ എന്നുള്ള